ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ഞങ്ങൾ വർക്കല ബീച്ചിലോട്ടൊന്ന് പോയി. കുറേ നാളായി വർക്കല ബീച്ചിലോട്ട് പോയിട്ട്. അങ്ങനെ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോകാമെന്ന് വെച്ചു. രാവിലെ ഒരു 8 മണിയോടുകൂടി വർക്കല എത്തി. അവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൽ പോയതിന് ശേഷം ഞങ്ങൾ ബീച്ചിലോട്ട് വന്നു. രാവിലെ ആയപ്പോഴേക്ക് തന്നെ നല്ല വെയിലായി തുടങ്ങി. ഒരു 8:30 മണിയോടുകൂടി നല്ല വെയിലായി. നല്ല തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അമ്മൂന് കുടയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ കുടയും പിടിച്ചൊക്കെ അവിടെ കുറേ നേരം ഇരുന്നു. മാളൂട്ടി അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. 2 പേര് വള്ളത്തിൽ കയറി പോകുന്നത്. ശരിക്കും അത് കണ്ടിട്ട് നല്ല ടെൻഷനാണ് എനിക്ക് തോന്നിയത്. അത് വെള്ളം അറിയോ എന്നൊരു ടെൻഷനായിപ്പോയി. അപ്പോൾ ഇക്കരെ നിന്ന് ഒരു മനുഷ്യനിങ്ങനെ അവർക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഒരു താളത്തിൽ. ഇവർ ഈ ഒരു 5-6 തിരമാല കടന്നങ്ങ് അപ്പുറത്ത് പോകുന്നത് വരെ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഇവർ ആ തിരമാല കഴിഞ്ഞു, ആ തിര കുറഞ്ഞു വരുന്ന ആ ഒരു ടൈം എത്തിയപ്പോൾ അതങ്ങ് ആ ഒരു ഇത് നിർത്തി. അപ്പോൾ നമുക്കും ഒരു സമാധാനമായി. പാവം ഇത്രയും ബുദ്ധിമുട്ടിയാണ് അവർ മീൻ പിടിച്ചിട്ട് നമുക്ക് കൊണ്ട് തരുന്നത്. അത് നമ്മളും ഓർക്കണം. സമയം 12 മണിയോളമായി. ഞങ്ങളങ്ങനെ ബീച്ച് റെസ്റ്റോറൻറ്റിലോട്ട് എത്തി ഫുഡ് കഴിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വേറൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇപ്രാവശ്യം ഒന്ന് ടേസ്റ്റ് മാറ്റി പിടിക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് ഇന്ന് വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റായിരുന്നു കാണാൻ. നേരെ കടപ്പുറത്തോട്ട് നോക്കിയിരുന്ന് ഫുഡ് കഴിക്കാൻ ഉള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഡൈനിങ് പോർഷനൊക്കെ അങ്ങ് മുകളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു കടപ്പുറത്തിലോട്ട് നോക്കി ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഓർഡറൊക്കെ ചെയ്തിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. നല്ല മനോഹരമായ കാഴ്ചകൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഈവനിങ് സമയത്താണ് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല ഭംഗിയായിരിക്കും കാണാൻ, ലൈറ്റ്സും ഒക്കെ വരുമ്പോൾ. ഇനി ഒരിക്കൽ ഈവനിങ്, അതായത് ഒരു ഏകദേശം ഒരു 6-7 മണി ടൈമിൽ വരണം. ചേട്ടനുള്ളപ്പോൾ വരണം. അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെയായിരിക്കുമെന്ന് ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു ടൈമിൽ ഞാൻ ബീച്ചിൽ വന്നിരുന്നിട്ടില്ല. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഫുഡ് കൊണ്ടുവന്നു. ഞാൻ ഓർഡർ ചെയ്തിരുന്നത് റൈസാണ്. ഉച്ചയായപ്പോൾ റൈസ് കഴിക്കാനാണ് ഒരാഗ്രഹം തോന്നിയത്. റൈസും ഒരു ഫിഷ് കറി, അതായത് ഒരു നെയ്മീൻ ഫിഷാണ്, ബോൺലെസ് ആയിട്ടുള്ള നല്ലൊരു ഫിഷ് കറിയും. പിന്നെ മാളൂട്ടിക്ക് ക്രാബ് വേണമെന്ന് പറഞ്ഞിട്ട് ക്രാബിൻ്റെ ഒരു പെപ്പർ മസാലയാണ്, അതും കൂടെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. മാളൂട്ടിക്കാണെങ്കിൽ ക്രാബ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കഴിക്കാനായിട്ട് അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. പൊട്ടിച്ച് കഴിക്കാനൊക്കെ വലിയ പാടാണ്. ഇത് പൊട്ടിച്ച് കഴിക്കാൻ എന്തൊക്കെയോ സാധനങ്ങളോട് കൂടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉപയോഗിച്ചില്ല. അല്ലാണ്ട് തന്നെ മാളൂട്ടി ക്രാബുമായിട്ടുള്ള മൽപ്പിടുത്തമൊക്കെ തുടങ്ങി. പറ്റാത്തപ്പോൾ എന്നോട് പൊട്ടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് ക്രാബൊന്നും അമ്മ കഴിക്കത്തില്ല. അമ്മ ഫിഷാണ് കഴിക്കുന്നത്. അമ്മ വളരെ കുറച്ച് മാത്രമേ ഫിഷ് കഴിച്ചുള്ളൂ. പിന്നെ അച്ചാറും കൂട്ടിയൊക്കെയാണ് ചോറ് കഴിച്ചത്. എനിക്ക് ഫിഷ് വലിയ ഇഷ്ടം. ഞാൻ ക്രാബ് എടുത്തില്ല. ശരിക്കും ഞാൻ ഫിഷ് കൂട്ടിയാണ് കഴിച്ചത്. ആ ബോൺലെസ് ആയിട്ടുള്ള ഫിഷ് ഭയങ്കര ടേസ്റ്റായിരുന്നു. ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് വെക്കുന്നത് പോലെയല്ല, അത്രയ്ക്കും നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഫിഷ് മാത്രം കൂട്ടി കഴിച്ചു. അപ്പോൾ ക്രാബ് ബാക്കിയായി. അതിനെ ഒരു പാഴ്സൽ തന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ പുറത്തായിട്ടൊരു ചെറിപ്പഴം നിൽക്കുന്ന കണ്ടു. അതിൽ 5-6 പറിച്ച് മാളൂട്ടിക്കും അമ്മയ്ക്കും കൊടുത്തു. അപ്പോൾ ആ ഉടമ പറയുക നല്ല പുളിപ്പാണ്, കഴിക്കാൻ പറ്റില്ലെന്ന്. അവർക്കറിയില്ല ഞങ്ങൾക്ക് പുളിപ്പാണ് ഏറ്റവും ഇഷ്ടമെന്ന്. ഉപ്പും കൂട്ടി കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ചെറുപ്പഴം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ കടൽ കാണുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം അവിടെയും കൂടെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങോട്ട് നടന്നു. ഈവനിങ് ഒക്കെ ആകുമ്പോൾ അവിടെ ചെയറൊക്കെ ഇട്ടിരിക്കാൻ ഒരുപാട് പേര് ഇരിക്കുന്ന ഒരു പ്ലേസാണിത്. അപ്പോൾ ഈ ടൈമിൽ നല്ല വെയിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയത്തൊന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ പോയി നോക്കി. നല്ല രസം ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ച കാണാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. ടാറ്റാ.